പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നബിദിനത്തിൻ്റെ ആ സമയത്ത് തുടങ്ങിയ ഒരു വിവാദമാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന വിവാദം. എന്നാൽ ആ വിഷയം ഇപ്പോൾ ഒന്നും കൂടിയും ആളിക്കത്തുകയാണ്. കാരണം യു.പിയിൽ കുറച്ച് പേര് കൂടിയിട്ട് അവിടെയുള്ള 4-5 അമ്പലത്തിൻ്റെ ചുമരിലും അമ്പലത്തിൻ്റെ മതിലിൻ്റെ മുകളിലുമൊക്കെ ഐ ലവ് മുഹമ്മദ് എന്നു പറയുന്ന പേര് എഴുതി വെച്ചു. അക്കാരണം കൊണ്ട് അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ കുറേ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇതിൽ സംശയം പൂണ്ട കുറച്ച് പോലീസുകാർ മാത്രം ഇടപെട്ടുകൊണ്ട് ഒന്നും കൂടിയും അന്വേഷിക്കാനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ കിട്ടിയത് 4 കുഞ്ഞുങ്ങളെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഇവർ എഴുതിയതോ പൊട്ടത്തെറ്റ്. ഇത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസമുള്ള അധ്യാപകൻ അവിടെ ഇല്ലേ? ഈ സംഘികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ. കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കാൻ കാരണം അത്രക്കും വിദ്യാഭ്യാസം കുറഞ്ഞുപോയ ഒരു ടീമാണ് ഇതിനു വേണ്ടി മുൻനിരയിൽ തന്നെ നിൽക്കുന്നത്. ആ സംഘി കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മര്യാദക്കൊരു പേര് പോലും എഴുതാൻ അറിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ കൊണ്ടുവരാൻ നിൽക്കണോ? ആദ്യമേ ഒന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ കാര്യമൊന്ന് 4 അംഗ സംഘമാണെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ച് സ്പെല്ലിങ് ഇങ്ങനെ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്താൽ പോരെ ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ എഴുതി വെച്ചതോ ഈ 4 പേരും 4 കോലത്തിലാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ഒരാൾക്ക് പോലും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എന്താണ് യു.പിയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ യു.പിയിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഒരു വർഗീയതയുണ്ടാക്കുവാനാണോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ചുമരിൽ പോയിട്ട് ഐ ലവ് മുഹമ്മദ് എഴുതാനും പള്ളിയുടെ ചുമരിൽ പോയിട്ട് ശ്രീറാം എന്ന് എഴുതി വെക്കാനുമൊക്കെയാണോ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്?